Hello everyone, welcome back to our channel. In QA ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ബോട്ട് ആൻഡ് സ്ട്രീം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. സോ ബിഫോർ ഗോയിങ് ടു ദ ക്വസ്റ്റ്യൻ, നമ്മൾ ബോട്ട് ആൻഡ് സ്ട്രീമിനകത്ത് 4 ടേംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് 4 ടേംസ് ആണ് അതിൽ വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ടേമാണ് സ്പീഡ് ഓഫ് ബോട്ട്, രണ്ടാമത്തതാണ് സ്പീഡ് ഓഫ് കറണ്ട്. അതുപോലെ മെയിനായിട്ട് വരുന്ന 2 ടേംസ് ആണ് അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം സപ്പോസ് ഞാൻ സ്പീഡ് ഓഫ് ബോട്ടിനെ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ, അതുപോലെ സ്പീഡ് ഓഫ് കറണ്ട് വൈ എന്ന് എടുത്താലും അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ആയിരിക്കും. അതുപോലെ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആയിരിക്കും. ഏത് കേസ് എടുത്താലും നമ്മുടെ ഡൗൺ സ്ട്രീം സ്പീഡ് ആയിരിക്കും കൂടുതൽ ആസ് കമ്പയർഡ് ടു അപ്സ്ട്രീം സ്പീഡ്. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ബോട്ട് ആയിരിക്കും സ്പീഡ് ഓഫ് കറണ്ടിനെക്കാട്ടിലും കൂടുതൽ. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ബോട്ട് കാണുന്നത് അപ്സ്ട്രീം പ്ലസ് ഡൗൺ സ്ട്രീം ഡിവൈഡഡ് ബൈ 2. അതുപോലെ സ്പീഡ് ഓഫ് കറണ്ട് കാണുന്നത് അപ്സ്ട്രീം മൈനസ് ഡൗൺ സ്ട്രീം ഡിവൈഡഡ് ബൈ 2. ഈ ഒരു 4 ഇക്വേഷൻസ് അല്ലെ 4 ടേംസ് മെയിനായിട്ട് നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം ഈ ബോട്ട് ആൻഡ് സ്ട്രീം ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താണ് പറയുന്നത്? എ മാൻ ക്യാൻ റോ upstream at 7 km/h and downstream at 10 km/h. Find man's rate in still water and rate of current. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? അപ്സ്ട്രീം സ്പീഡ് ഞാൻ ജസ്റ്റ് അതിനെ US എന്ന് കൊടുത്തു, അത് 7 km/h. അതുപോലെ ഡൗൺ സ്ട്രീം സ്പീഡ് എത്ര തന്നിരിക്കുന്നത്? 10 km/h. അങ്ങനെയാണെങ്കിൽ മാൻസ് റേറ്റ് ഇൻ സ്റ്റിൽ വാട്ടർ, അല്ലെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്പീഡ് ഓഫ് ബോട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിന് പകരം ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? മാൻസ് റേറ്റ് ഇൻ സ്റ്റിൽ വാട്ടറും അതുപോലെ റേറ്റ് ഓഫ് കറണ്ട്, അല്ലെങ്കിൽ കറണ്ടിൻ്റെ അല്ലെങ്കിൽ അതിനെന്താ പറയുക, സ്പീഡ് ഓഫ് സ്ട്രീം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ ഞാൻ സ്പീഡ് ഓഫ് ബോട്ടെന്നും സ്പീഡ് ഓഫ് കറണ്ട് എന്ന് തന്നെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും തന്നു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ബോട്ട് കാണുന്നത് എങ്ങനെയാണ്? രണ്ടുകൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ എങ്ങനെ വരും? 10 + 7 17 ബൈ 2 എന്ത് വരും? 10 + 7 ഡിവൈഡഡ് ബൈ 2. അതുപോലെ ഇത് 10 - 7 ഡിവൈഡഡ് ബൈ 2. ഇത് 8.5 വരും. അതുപോലെ ഇതെന്തോ വരും? 3/2, ദാറ്റ് ഈസ് 1.5 km/h. ഓക്കെ, ഇതൊക്കെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ബോട്ട് ആൻഡ് സ്ട്രീമിനകത്തെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് ഇത്. ഈ ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാലേ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A man can row upstream at 48 km in 6 hours and downstream at 36 km in 3 hours. Find the speed of man in still water. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ അപ്സ്ട്രീമിൽ പോയ ദൂരമാണ് തന്നിരിക്കുന്നത്, ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് 48 km in 6 hours. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? അപ്സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 48 ഡിവൈഡഡ് ബൈ 6 എന്ത് വരും? 8 km/h. സിമിലർലി ഡൗൺ സ്ട്രീം അറ്റ് 36 km in 3 hours ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡൗൺ സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് അറിയാം. ദാറ്റ് ഈസ് 36 ഡിവൈഡഡ് ബൈ 3 എന്ത് വരും? 12 km/h. അപ്പോൾ നമുക്ക് അപ്സ്ട്രീം സ്പീഡും കിട്ടി, ഡൗൺ സ്ട്രീം സ്പീഡും കിട്ടി. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് സ്പീഡ് ഓഫ് മാൻ ഇൻ സ്റ്റിൽ വാട്ടർ. എങ്ങനെ കണ്ടുപിടിക്കാം സ്പീഡ് ഓഫ് മാൻ ഇൻ സ്റ്റിൽ വാട്ടർ? അല്ലെങ്കിൽ അതിന് മറ്റേ രീതിയിൽ ഞാൻ SB ഞാൻ ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. രണ്ടും സെയിം ആണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് 8 + 12 ഡിവൈഡഡ് ബൈ 2 എന്ത് വരും? 20 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 10 km/h. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നോക്കാം. ഇഫ് ദ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 8 km/h ആൻഡ് റേറ്റ് ഓഫ് സ്ട്രീം ഈസ് 4 km/h, ദെൻ ഫൈൻഡ് ദ അപ്സ്ട്രീം സ്പീഡ്. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടറും തന്നിട്ടുണ്ട്, അതുപോലെ സ്പീഡ് ഓഫ് കറണ്ടും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കണം. ഈസിയാണ്. നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യണം. ഈ ഒരു സെഷൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. ഓക്കെ, ബൈ.